Elanchi രൂപ എങ്ങനെയുണ്ട്? ഹലോ, ഹായ്, ഞാൻ ഷമീം. അപ്പൊ ഇന്നത്തെ ഇഫ്താറിന്റെ റെസിപ്പി എന്ന് പറയുന്നത് എന്റെ റെസിപ്പി അല്ല, എന്റെ കെട്ടിയോൾ ഉണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പൊ അത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഏലാഞ്ചി എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ അകത്തുള്ള ഫില്ലിങ്ങിൽ ചെറിയൊരു ചേഞ്ചസ്, ആ ചേഞ്ചസ് അതിനകത്തായിട്ടുള്ള ഒരു ഫീല് തരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിഷാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. ചെറിയ സൈസ് ആക്കിയിട്ട്, സാധാരണ ഏലാഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സൈസ് അല്ല, ഒരു 6 ഇഞ്ച് 5 ഇഞ്ച് ഒക്കെ ഉണ്ട്. ഇത് ചെറിയ സൈസിൽ ഒരു 2-2.5 ഇഞ്ച് ചെറിയ സൈസിലാക്കിയാൽ മതി. അപ്പൊ അതിന് നമുക്ക് ഒരാൾക്ക് ഏകദേശം ആവും. അപ്പൊ ആ ഒരു സാധനം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയും. ഓക്കെ, ഇത് ഫസ്റ്റിൽ നമുക്ക് മുട്ട ഇതിലേക്ക് ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഒരു മുട്ടയാ, എന്നിട്ട് മൈദ, അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പൊടിക്കിട്ടിന് ഇത് നമ്മുടെ ഏലാഞ്ചിക്കുള്ള ദോശ ഉണ്ടാക്കൂലേ, അത് ആ ബേസ് അത് തന്നെയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് വ്യത്യാസം. പിന്നെ കുറച്ച് ഏലക്കായ് പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ല, ഈ രീതിയിലാക്കിയിട്ട് എടുക്കണേ. നമ്മൾ ദോശ ചുട്ടെടുക്കുക. അതിനുവേണ്ടി കുറച്ച് ഗീ കേട്ടോ. വളരെ നൈസായിട്ട് എടുക്കേണ്ടത്, എല്ലാവരും ആക്കുന്നതാണ്, എന്നാലും ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. തൊട്ടപ്പുറം ഫില്ലിംഗ് ഉണ്ട്, ഇപ്പം തന്നെ നമുക്ക് റോൾ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഇത് പോകുന്നത് ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിൻ്റെ അത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ തൊട്ടപ്പുറം കാണുന്ന ബദാമാണ്. അത് തൊലിയൊക്കെ കളഞ്ഞ് സോക്ക് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചാണ്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട്. അപ്പോൾ തേങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ അതിന് മിക്സിങ്ങിനനുസരിച്ച് ഓരോന്ന് ആഡ് ചെയ്യാം. അതാ, അപ്പോൾ അടുത്ത മിൽക്ക് മതി, കണ്ടൻസ്ഡ് മിൽക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ബദാം ഇട്ട് കൊടുക്കാം. നല്ല ഉള്ളിൽ നല്ല ബൈറ്റ്സ് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു സംഭവം ചെയ്ത് നോക്ക്. അടുത്ത് ബദാം ഇല്ലെങ്കിൽ നിങ്ങൾ കാഷ്യൂ കൊടുത്താലും മതി. പിസ്ത, ഇതൊക്കെ മിക്സഡ് നട്ട്സുകൾ കൊടുത്താലും നന്നാവും കേട്ടോ. അത് കണ്ടില്ലേ, നല്ല റിച്ച്നെസ് ആണ് സാധനം. പക്ഷെ നല്ല ഒരു ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഒന്ന് മാറ്റം തരുന്നതാണ്. ദോശ അവിടെ ഇട്ടു. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ചെറിയ റോളായിരിക്കും, നമ്മൾ സാധാരണ ഏലാഞ്ചിയിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല. നമ്മളിതാ തൊട്ടപ്പുറം കണ്ടില്ലേ, അതേപോലെ ചെറിയ റോളായിരിക്കും. ഒന്ന് അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് സൈഡ് ഇങ്ങോട്ടേക്ക് രണ്ടും കയറ്റി വെക്കുക, എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. നല്ല ബൈറ്റ്സ് കിട്ടും കേട്ടോ. ചെറിയ റോളാകുമ്പോൾ നല്ല ടൈറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഏലാഞ്ചിന്റെ വേറൊരു രൂപ എങ്ങനെയുണ്ട്? കോക്കനട്ട്, പിന്നെന്തായിരിക്കും? അല്ല, അത് ഇത് മാവ്, അതല്ലാതെ മിൽക്ക് മെയ്ഡാണ് അതിലേക്ക്. ആ ഒരു കോമ്പിനേഷനാണ് കോക്കനട്ട് ഇത് കൂടിയുള്ള. ഏലാഞ്ചിന്റെ സാധാരണ പഞ്ചസാര നോക്കിയിട്ട് വേറൊരു രൂപ. ബദാം ഇട്ടിട്ട് നല്ല ബൈറ്റ് ഇടുന്നില്ല ബദാമിന്.